അശ്വതി, കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ടല്ലോ. ഒരു അപൂർവ രോഗം എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയായ 56-കാരനിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ ലൈം രോഗമെന്നാണ് അറിയാൻ കഴിയുന്നത്? ലൈം രോഗത്തിന്റെ ലക്ഷണങ്ങളായി ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തൊക്കെ മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്? ഫിജി, ഈ സംഭവത്തിൽ ഈ ഡിസംബർ 26 തന്നെ ഇയാൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സ എടുത്ത് അത് ഭേദമായതിനു ശേഷം ഇയാൾ ആശുപത്രി വിട്ടു. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 26 ഇത്തരത്തിൽ ഇയാൾ ആശുപത്രി വിട്ടത്. പക്ഷെ ആ സമയത്ത് ഈ രോഗത്തിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ രോഗത്തിന്റെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ ബ്ലഡ് സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് ലൈം അഥവാ ലിം എന്ന് വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാം, ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലിസി ആശുപത്രിയിലാണ് ഈ 56-കാരൻ ഇതിന് ചികിത്സ തേടിയത്. ഈ അപസ്മാര ലക്ഷണം പ്രകടിപ്പിച്ചതോടെയാണ് നട്ടലിൽ നിന്നുള്ള സ്രവം പരിശോധിച്ച് മെനഞ്ചൈറ്റിസ് ഇയാൾക്ക് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് ലൈം അല്ലെങ്കിൽ ലിം രോഗമാണ് എന്ന് ഉറപ്പിച്ചത്. ഇതില് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കടക്കം സ്വകാര്യ ആശുപത്രി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഈ രക്തപരിശോധന കൂടുതൽ വിശദമായി നടത്തുന്നതിന് വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് ഇത് അയച്ചത്. അവിടെ നിന്നും ഈ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ലൈം രോഗം എന്ന് പറയുന്നത് ബൊറേലിയ ബർഗ്ഡോൾഫെറി എന്ന ബാക്ടീരിയ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ചില ഇൻസെക്റ്റുകൾ, ചില ചെറു പ്രാണികളുണ്ട്. ഈ ചെറു പ്രാണികളാണ് ഈ ബാക്ടീരിയയുടെ വാഹകരായിട്ടുള്ളത്. അങ്ങനെ ആ പ്രാണി കടിക്കുകയോ മറ്റു ചെയ്യുന്നത് വഴിയാണ് ഇത് ആളുകളിലേക്ക് ഈ രോഗം വരുന്നത്. അത് ഈ ഇൻസെക്ട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഏത് പ്രാണി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചെറിയ പ്രാണികൾ ആണ് ഇതിന്റെ വാഹകരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കല്ല പകരുന്നത്, പകരം ഈ പ്രാണികളിൽ നിന്ന് ഈ ബാക്ടീരിയ മനുഷ്യരിലേക്ക് എത്തുന്ന രീതിയിലാണ്, അത്തരത്തിലാണ് ഇതിന്റെ പകർച്ച ഉണ്ടാകുന്നത്. എന്തായാലും നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നാഡീവ്യൂഹത്തെ ബാധിക്കുകയാണെങ്കിൽ അത് മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇക്കാര്യത്തിലുണ്ട്. കൃത്യസമയത്ത് കണ്ടെത്തുകയും, അതായത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് കണ്ടെത്തുകയും ഡോക്സിസൈക്ലിൻ അടക്കമുള്ള ചികിത്സാ മാർഗങ്ങൾ, ഗുളികകൾ കഴിച്ച് അത് ഭേദപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിൽ ഉള്ളത്. അത് കൃത്യസമയത്ത് രോഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിസി ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജിൽസി ജോർജ് ആണ് ഇയാളെ ചികിത്സിച്ചത്. മാത്രമല്ല ഇയാൾ ആദ്യം തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. കോതമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷെ അവിടെ നിന്ന് എന്താണ് ഈ രോഗമെന്ന് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് എറണാകുളത്തേക്ക് വന്നത്. പനിയും വലത് കാൽമുട്ടിൽ നീർവീക്കവുമായിട്ടാണ് ഈ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിന്റെ മറ്റ് മെഡിക്കൽ ടെസ്റ്റുകൾ എല്ലാം നടത്തിയതിനു ശേഷമാണ് ഡോക്ടർക്ക് സംശയം തോന്നിയാണ് ഇത് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് അയക്കുന്നത്. എന്തായാലും ഈ രോഗം ഇതിനു മുൻപ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ത്രീക്കാണ് ഈ രോഗം ഇതിനു മുൻപ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ കേരളത്തിലാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഫിജി.